ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ ഈ ചാവി പിടിച്ചിട്ട് എന്താ നടക്കണമെന്നല്ലേ? രാവിലെ ഇവിടെ ഒരു ചാവി പ്രശ്നത്തിലാണ്. ചാവി ആള് കുറേ സമയം തിരഞ്ഞു, കണ്ടില്ല. മക്കളും തിരയാൻ കൂടി, എന്നിട്ടും കണ്ടില്ല. ലാസ്റ്റ് എന്നോട് തിരയാൻ പറഞ്ഞേ, ഇജ് തിരഞ്ഞ എന്ത് സാധനം കാണാതായി കിട്ടുന്നു. അതിവിടെ ഇപ്പച്ചിക്കും മക്കൾക്കുള്ള പതിവാണ് കേട്ടോ. ഓല് തെരഞ്ഞൊന്നും കിട്ടൂലെന്നും പറഞ്ഞ് ഓലത് തരില്ല. ഞാനാണെങ്കിൽ തരുമ്പോൾ അത് കിട്ടും ചെയ്യും. ഞാൻ തരുമ്പോൾ ഓല് തരിയാത്തത് കൊണ്ടാണ് ഓൽക്ക് കിട്ടാത്തത്. അങ്ങനെ ചാവിയൊക്കെ കൊടുത്ത് ആളെ പ്രശ്നം പരിഹരിച്ച്. അപ്പൊ മക്കളും ഇതാ ചായയൊക്കെ കുടിച്ച് മദ്രസക്ക് പോകാൻ ഇറങ്ങിക്കണേ. നീയക്കുട്ടി നേരത്തെ നടന്നിക്കണ കേട്ടോ, അതാണ് ഓളെ കാണാത്തത്. ഇഞ്ഞിപ്പടുത്ത് നമ്മളെ കഥാനായകന്റെ ഊയാണ് കേട്ടോ. ആള് ഇപ്പൊ നീച്ചിട്ടുള്ളെങ്കിലും ഇന്ന് നല്ല കുട്ടിയാ. ചില ദിവസം എണീച്ച് വരുമ്പോ തന്നെ പാട്ടും ബെയ്ത്തും ഒക്കെ ആയിട്ടേക്കാരം. പക്ഷെ ഇന്നാള് കുറച്ചൊക്കെ നല്ല കുട്ടിയായിട്ട് ഇതാ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ട് കളിച്ചൊക്കെ ഇരുന്ന് ഒരു നല്ല കുട്ടിയായിട്ടാണ് എണീച്ച് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം എന്നാ ഇനി ഓൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടേന്, നിങ്ങൾ വീട് പണി സമയത്ത് എന്തെങ്കിലും ദിക്കൊക്കെ ചൊല്ലിയിട്ടുണ്ടേനോ വീട് പണി പെട്ടെന്ന് പൂർത്തിയാവാൻ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടേന് കേട്ടോ. അതിന് റിപ്ലൈ ഞാൻ ഒരു വീഡിയോയിൽ തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടേനു, പക്ഷേ ഞാനതങ്ങനെ വിട്ടുപോയിട്ടുണ്ടേന് കേട്ടോ. അപ്പം എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ അതിന് റിപ്ലൈ തരേ. ഞാനുണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീട് പണി പെട്ടെന്ന് പൂർത്തിയാവാനുള്ള ദിക്കറും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കൂട്ടോ. അങ്ങനെ നോക്കിയിട്ട് ഞാനത് ചിലപ്പോൾ കുറച്ച് 21 വട്ടം അങ്ങനെയൊക്കെ ചെല്ലാനുള്ളതൊക്കെ കേൾക്കാമല്ലോ. അപ്പം ഞാൻ ഒന്ന് രണ്ട് ദിവസമൊക്കെ അത് നല്ല ഉഷാറിൽ കൊണ്ടിടക്കും കേട്ടോ. ചിലപ്പോൾ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലാനുള്ളത് കാരം, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലാനുള്ളത് കാരം. അപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടെടുക്കും. പക്ഷെ 3-4 ദിവസം ആകുമ്പോഴത്തേനും ഞാനത് ഇട്ട് വെക്കും കേട്ടോ. എനിക്ക് ആ കറക്റ്റ് സമയത്ത് ചിലപ്പോൾ നിസ്കരിച്ചാണ്ട് വേഗം എണീച്ച് പോകല്ലേ കാരണം അത് ചെല്ലിയിരിക്കാനൊന്നും എനിക്ക് സമയം കിട്ടൂല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയതിന് ശേഷം അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് ഞാൻ ഒരു ദിക്കറും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ചെല്ലണൊരു കാര്യം എന്താ വെച്ചാൽ, ചെയ്യണൊരു കാര്യം, ഞാൻ 5 വക്ത് നിസ്കാരം കഴിയുമ്പോഴും പഠിച്ചവനോട് പ്രാർത്ഥിക്കുവേനും പഠിച്ചവനെ വീട് പണി എളുപ്പം ശരിയായി കിട്ടാനും ഒക്കെ എല്ലാം റാഹത്തായിട്ട് നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ 5 വക്തിനും ദുആ ചെയ്യുമായിരുന്നു. പഠിച്ചവന് ആ ദുആ സ്വീകരിച്ചും ചെയ്തിരിക്കുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് മനോഹരമായിട്ട് വീട് പണിയൊക്കെ നടന്നിട്ടുണ്ടായിനി. പിന്നെ ഞാനുണ്ടല്ലോ കുറച്ച് ടിപ്സും കൂടി പറഞ്ഞേരെ. വീട് പണി സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചിലർക്കൊക്കെ അറിയുന്ന ഈ കാര്യം, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിൽ മെയിനായിട്ടുള്ള കാര്യം പൈസൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ. പൈസ നമ്മൾ എത്രത്തോളം മാക്സിമം നമുക്ക് ചുരുക്കി ചിലവാക്കാൻ പറ്റണം, സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പൈസ എസ്ക്കി പിടിച്ചെങ്കിലുള്ളൂ ഈ വീട് പണി സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കരകയറാൻ പറ്റുക. കാരണം നമ്മൾ വിചാരിച്ചതേക്കാൾ പൈസ ചിലവാകുന്ന ഒരു ടൈമാണ് കേട്ടോ. നമ്മൾ ഇപ്പം കരാറ് കൊടുക്കുകയാണെങ്കിലും ഒരു സംഖ്യക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരാറ് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ അപ്പുറത്തെ പൈസ നമുക്ക് ചിലവാകും കേട്ടോ. പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച മാതിരിയാവില്ല, ചിലപ്പോൾ അതിൻ്റെ ഇരട്ടിക്ക് പൈസ ചിലവാകും. അപ്പം ഞാൻ ചെയ്യണ ഒരു കാര്യം എന്താ വെച്ചാൽ, ഡ്രസ്സിങ് ഞങ്ങൾ കുറച്ചിട്ടുണ്ടേനി കേട്ടോ. ഡ്രസ്സ് അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഡെയിലി അല്ലെങ്കിൽ മാസത്തിൽ ഡ്രസ്സ് എടുക്കണമല്ലൊന്നല്ല. പക്ഷെ ഞാൻ ആ ഒരു സമയത്ത് ആ ഒരു വർഷം വീട് പണി നടക്കുന്ന ആ വർഷം ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ ഞാൻ ഡ്രസ്സ് എടുത്തത് ഒരു നോമ്പ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ വീട് പണി തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിറ്റത്തെ റമദാനിൽ നമ്മൾ ആ ചെറിയ നാക്ക് ആണ് കേട്ടോ എല്ലാവർക്കും ഒരുമിച്ച് ഓരോ കൂട്ടം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിന്. ആ ഡ്രസ്സ് തന്നെയാണ് പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ വലിയനാക്കും നമ്മൾ ഹൗസ് വാമിങ്ങിനും ഒക്കെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ നല്ല പോലെ പിശുക്കിയിട്ടുണ്ടായിന്. അതേപോലെ തന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ 1-2 കൂട്ടാനിൽ ഒതുക്കും. എന്താ പിന്നെ കൂടുതൽ വെറൈറ്റീസ് ഒന്നും എന്താ ആദ്യമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങി പുതിയ പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യുക അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കലില്ല കേട്ടോ. കാരണം അതൊക്കെ നമ്മൾ 1-2 രൂപ അങ്ങനെയൊക്കെ പിശുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക, നമ്മൾ ഈ അന്നന്ന് നയിച്ചുകൊണ്ട് അന്നന്ന് ചിലവാക്കണോൽക്ക് കുറച്ചൊക്കെ അങ്ങനെ പിശുക്കി ചെയ്യുമ്പോഴുള്ളൂ നമുക്ക് എങ്ങനെയെങ്കിലും കടം കള്ളിയും എങ്ങനെയും കുറച്ച് എന്താ പറയുക, എന്നാൽ അതിനനുസരിച്ച് കുറച്ച് വാങ്ങിയാൽ മതിയല്ലോ കടം എന്നുള്ള ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് നമ്മൾ
നമുക്ക് ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യണോൽക്ക് എന്തായാലും അറിയുണ്ടാവും. മീഷോയിലും ഫ്ലിപ്പിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണുമ്പോൾ അപ്പം അത് വാങ്ങാനും ഒക്കെ ഉള്ളൊരു ത്വര ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ ത്വരയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടേനി കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിലും ഒക്കെ ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ടേക്കും. നമ്മൾ വീട് പണി കഴിഞ്ഞിട്ട് പുതിയ വീട്ടിലേക്ക് വാങ്ങാന്നുള്ള രീതിയിൽ. പഴയ വീട്ടിലേക്ക് അധികം സാധനങ്ങളൊക്കെ ഞാൻ വീട് പണി തുടങ്ങിയതിന് ശേഷം നല്ല പോലെ പൈസ ചുരുക്കി ശ്രദ്ധിച്ചിട്ടുണ്ടേനി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ഫുഡ് കൊണ്ടുവരൽ ഇപ്പോഴും നമ്മളങ്ങനെ എപ്പോഴും പുറത്ത് പോയി കഴിക്കണമല്ലോന്നല്ല, എപ്പോഴെങ്കിലുമൊക്കെ പോയി കഴിക്കലും ഉണ്ട്. പക്ഷെ ആ സമയത്ത് അധികം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് അധികം ഒന്നും ഫുഡ് കൊണ്ടുവരാതെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതൊക്കെ നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് കേട്ടോ. കെട്ടിയമാര് ഇപ്പോൾ ഒരു ദിവസം 1000 രൂപക്ക് നയിച്ചാലും ഒരു 2000 രൂപക്ക് നയിച്ചാലും അത് നമ്മൾ എങ്ങനെ അത് ചെലവാക്കണമെന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മളെ പയ്യരും കാര്യങ്ങളും ഒക്കെ അല്ലേ. നമുക്കത് കറക്റ്റായിട്ട് ചെലവാക്കാൻ അറിയണം. കറക്റ്റായിട്ട് നമുക്കതൊന്ന് ഇഷ്കി പിടിച്ചാൻ അറിയണം. അപ്പോഴേ ഉള്ളൂ നമുക്ക് എന്താ പറയുക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്താ പറയുക മുന്നേറാൻ പറ്റുക. പിന്നെ മക്കളോടും ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഓലിങ്ങനെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഞാൻ പറയും നമുക്ക് വീട് പണി കഴിയട്ടെ എന്നിട്ട് വാങ്ങാം. അപ്പോൾ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടേനി കേട്ടോ. മക്കളും അങ്ങനെ ഭയങ്കരമായിട്ട് വാശി പിടിച്ചു ഇന്ന കാര്യം അത് വേണമെന്നൊന്നും പറഞ്ഞ് അങ്ങനെ വാശി പിടിച്ച് കാണാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഓൽക്കുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞ് കൊടുത്ത് അങ്ങനെ ഓലതും ഓക്കെ ആയിട്ടുണ്ടേനി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പണിക്കാരുണ്ടാവുമല്ലോ, നമുക്ക് പണിക്കാർക്ക് കൊടുക്കണ ചെലവ് അറിയണത് നമ്മൾ പൈസ ഉണ്ടല്ലോ, പൈസ ഇനിയിപ്പോൾ നമ്മൾ കരാർ ചെയ്താണെങ്കിലും മൊത്തത്തിലല്ലല്ലോ നമ്മൾ കൊടുക്കുക. അപ്പോഴിപ്പോഴും ചിലപ്പോൾ ഓൾക്ക് 2 ദിവസം കൂടുമ്പോൾ പൈസ വേണ്ടി വരും. അപ്പം ഞാൻ ഈ കൊടുക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഞാൻ അത്ര കൊടുത്തു എന്നുള്ള കണക്ക് ഞാൻ എഴുതി വെക്കുകയും കേട്ടോ. അത് എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ ഓൾക്ക് അതെത്ര വാങ്ങി എന്നുള്ളത് ഓൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയാന്ന് പറഞ്ഞ പോലെ എത്ര കൊടുത്തു എന്നുള്ളത് നമ്മളുടെ അടുത്തൊരു കണക്ക് വേണം. ഇനി ഓല് കണക്ക് എഴുതി വെക്കുന്നുണ്ടെങ്കിലും ഞാനതൊന്ന് കണക്ക് എഴുതി വെക്കുകയും കേട്ടോ. എന്താ ഇന്ന ദിവസം ഇത്ര കൊടുത്തു എന്നുള്ള ഡേറ്റ് സഹിതം ഞാൻ എഴുതി വെച്ചിരുന്നു. അത് എനിക്ക് ഒന്നാമത് ഉള്ളൊരു കാര്യം, നമ്മൾ എത്ര കൊടുത്തു എന്നുള്ളത് അറിയാം, അതൊരു കാര്യം. പിന്നെ എനിക്ക് മൊത്തം കഴിഞ്ഞിട്ട് എത്ര ആയി വീട് പണീൻ്റെ മൊത്തം ചിലവ് അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും ഞാൻ ഡെയിലി പണിക്കാർ വരുമ്പോൾ എന്താ പൈസ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന് ഡേറ്റ് ഇട്ടിട്ട് ഇന്ന് എത്ര കൊടുത്തു എന്നുള്ളത് അങ്ങനെ കണക്ക് എഴുതി വെക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങണ, അത് ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്നത്, സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ടൈലും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഒരു 2-3 കടയിൽ കയറിയിട്ട് ക്വാളിറ്റി നോക്കണം. പറ്റ വിലക്കുറവ് മാത്രം നോക്കിയാണ്ട് ചെക്ക് ചെയ്യരുത്. നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനമാണോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയും നമ്മൾ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സാധാരണക്കാർക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ടിപ്പാണ് കേട്ടോ. നമ്മളെങ്ങനെയും ആ ഒരു വീട് പണീൻ്റെയൊക്കെ സമയത്ത് പൈസ സേവ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച്, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡ് ഒരു 1000 രൂപക്കാണ് അന്ന് സമ്പാദിക്കുന്നത് വെച്ചെങ്കിൽ അതിനൊരു 200 രൂപ മാത്രം ചിലവിനെടുത്ത് ബാക്കി നമുക്ക് കടത്തിക്കോ അല്ലെങ്കിൽ നമ്മളെ വീട് പണീൻ്റെ കാര്യങ്ങൾക്ക് മാറ്റി വെക്കാൻ വേണ്ടി നോക്കുക. 200 തികയില്ല എന്ന് അറിയാം, പക്ഷേ ഒരു 500 രൂപ ഒരു ദിവസത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുക. ഇനിയിപ്പോൾ ഒരു 1000 രൂപയ്ക്ക് നയിച്ചു കൊണ്ടുമ്പോൾ നമ്മളൊരു 4000 രൂപയ്ക്കുള്ള ചിലവുണ്ടാക്കുമ്പോൾ അത്രയും നമ്മൾ കടം വാങ്ങണം. പിന്നെ അതിൻ്റെ പലിശ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ട് പിന്നെ തല പുകഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നിനും നേരം ഉണ്ടാവില്ല. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഈ ഒരു അധിക ചെലവ് വരുന്ന സമയത്തൊക്കെ ഒന്ന് പൈസയൊക്കെ ഒന്ന് ഇഷ്കി പിടിച്ചിട്ട് ചിലവുകളൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഇതാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം എന്താ പറയുക ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ പിടിച്ചു നിന്ന് പോകാൻ പറ്റും. അങ്ങനെ അപ്പോൾ ആ കാര്യം വീരൊക്കെ പറഞ്ഞു വരുന്ന സമയം കൊണ്ട് എൻ്റെ ടൈം ലൈഫ് ഏകദേശം നടന്ന് തീരുമാനമായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്താ കുഞ്ഞുട്ടിക്ക് ഇന്ന് ലീവുള്ള ദിവസമായതുകൊണ്ട് കുഞ്ഞുട്ടിക്ക് ഇന്ന് ഞാൻ 8 പണി കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്താ മോട്ടർ കേടന്ന് അത് നന്നാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ ഞാൻ കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഫിമോള് മൂത്തമ്മ ഫോൺ കൊടുത്തിട്ട് ഇവിടെ വരും ഇങ്ങൾക്കൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ വന്ന് നോക്കുമ്പോൾ എന്താ അഫിമോളും സെനുമോനും കൂടി ഷട്ടിൽ കളിച്ചാണ് കേട്ടോ. നമ്മൾ ഷെഡൊക്കെ പൊളിച്ചപ്പോഴേ പിന്നെ മുന്നിക്ക് ഇഷ്ടം പോലെ മിച്ചാണ് കേട്ടോ നമുക്ക്. അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ വിശാലമായിട്ട് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ മുറ്റം ഇങ്ങനെ മണ്ണിട്ട് നിരപ്പാക്കിയിട്ടില്ല കേട്ടോ, കുണ്ടുകുഴിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ കുട്ടികളൊക്കെ പാടെ ഒത്തുകൂടി കളിച്ച ആ ഒരു സ്ഥലം ഇപ്പോൾ അവിടെയാണ് കേട്ടോ.
അന്ന് കുട്ടികൾക്കും തന്നെ സ്കൂളൊക്കെ ലീവുള്ള ദിവസം കേട്ടോ. ഈ വ്യാഴം വെള്ളിയൊക്കെ ഓൽക്ക് ആർട്സൊക്കെ ആയതുകൊണ്ട് അന്ന് ലീവ് കേട്ടോ. അപ്പോൾ ഓൽക്ക് പരിപാടിക്കൊന്നും കൂടാത്തതുകൊണ്ട് ഓല് പരിപാടിക്കൊന്നും പോയിട്ടും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നല്ലപോലെ വെയിലാകണ വരെ ഉള്ളതിന് കേട്ടോ ഷട്ടിലും പരിപാടി. അത് കഴിഞ്ഞതാ അവിടെ സൈഡില് അവിടെ നിന്ന് ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ പെൺകുട്ടികളൊക്കെ അവിടെ നിന്നുകാണ്ട് ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന തിരക്കിലും ആൺകുട്ടികളത് പന്തൊക്കെ കൊണ്ട് വന്ന് പന്ത് കൊണ്ടൊക്കെ കളിച്ചാനൊക്കെ വേണ്ടി നിൽക്കണം കേട്ടോ. നമ്മളെ ഇവിടുത്തെ റോഡ് പറഞ്ഞാൽ ഇവിടെ ഒരു 3-4 വീടുകൾക്ക് ഉള്ളൂ കേട്ടോ. അപ്പുറത്ത് കുറേ വീടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെ വണ്ടികളൊക്കെ വരുള്ളൂ. ഈ 3-4 വീട്ടിലേക്കുള്ള വണ്ടികളല്ലേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ റോട്ടും നടന്ന് പന്തൊക്കെ കളിച്ചാണ് കേട്ടോ. ചോറും കറിയൊക്കെ ആയോ പെണ്ണുങ്ങളെ? ചോറും കറിയൊക്കെ ആയോ? ബിരിയാണിയാ? മുളക് പൊടി മഞ്ഞപ്പൊടിയാ? ബിസിനസ്സാ? ഇവനെയും കൂട്ടിക്കോളെ ബിസിനസ്സിലേ. ബിസിനസ് കോളാക്കൊന്നുമില്ല. എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് അല്ലേ? കൊണ്ടേക്കോളി എൻ്റെ കുട്ടി. ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു ആൺതരീനെ വേണമെങ്കിൽ എടുത്തോളി അല്ലേ? കൊറിയർ സെൻറ്ററിലൊക്കെ കൊണ്ടേ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടി കൊണ്ടേ കൊടുക്കും അല്ലേ? അപ്പൊ കുഞ്ഞുട്ടി നാഗ കെതിയിട്ടിരിക്കണം കേട്ടോ. കാരണം മോട്ടർ നന്നാക്കാൻ മോട്ടറിന് ഇടയ്ക്കൊരു അസുഖമാണ്. ഇന്നിപ്പോൾ എന്താവുക നല്ലോണം ഇമ്മ മെനക്കെട്ടിരിക്കണം കേട്ടോ. എന്നിട്ട് തന്നെയാണ് ആ മോട്ടറൊന്ന് ശരിയായി കിട്ടിയിരിക്കണത്. അത് കഴിഞ്ഞ് മോട്ടറൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ടാങ്കിലത്തെ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് ടാങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആളെന്നെ ക്ലീനൊക്കെ ചെയ്ത് എല്ലാം ഉഷാറാക്കി സെറ്റാക്കി തന്നിട്ടുണ്ടായിനി കേട്ടോ. മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പുളി ഉപ്പും മുളകൊക്കെ ഇരുമ്പി തിന്നണത് കാണിച്ചപ്പോൾ എല്ലാവരും കൊതിയായി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിനി കേട്ടോ. അപ്പൊ അതാ അന്ന് എടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ ഇതും. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് വീഡിയോക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇലയിലൊക്കെ ഒന്ന് താക്കിയാണ്ടൊന്ന് കടിച്ചു നോക്കിയാ ഉൻ്റെ പൊന്നെ ഭയങ്കര പുളിയേനി കേട്ടോ. അപ്പൊ എനിക്ക് തിന്നാൻ കഴിയാതെ ഞാൻ ഒറ്റ കടിയടിച്ച് അവിടെ തന്നെ വെച്ചേ. അപ്പൊ മക്കള് വന്നപ്പോലും കുറച്ച് കഴിച്ചിട്ടുണ്ടേനി. എന്താ അടിയത്തെ ചളി പോകാനല്ല? അങ്ങനെ ടാങ്കൊക്കെ കഴുകി ഉഷാറാക്കിയിട്ട് ആ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കുഞ്ഞുട്ടിക്ക് ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഇതേമാതിരി കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടക്കിടക്ക് പണി കൊടുക്കുന്നതുകൊണ്ടാണ് ആളെ ലീവുള്ള ദിവസം പെരിയിൽ കാണാത്ത കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു ഔട്ടിങ് ഉണ്ടായിന് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണേ. അപ്പോൾ അതെന്താ വാങ്ങിയത് എന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിയതും കുറച്ച് ഓഫ്ലൈനായിട്ട് വാങ്ങിയതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഒക്കെ തിരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ആ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ് ഈ ഷട്ടില്. അപ്പം ഇവിടെ ഇപ്പം എല്ലാവരും ഷട്ടിൽ കളിക്കാരായിക്കണേ. കാരണം ഇപ്പോൾ മുന്നിൽ മിറ്റത്ത്. അപ്പം അതുകൊണ്ട് ഓൽക്കില്ല, വേറെ കുട്ടികൾക്കൊക്കെ ഉള്ളൂ. അപ്പം ഇന്നലെ ഓരോരുത്തർ വിരുന്ന് പോയപ്പോൾ ഓൽക്ക് ഷട്ടിൽ കളിക്കാനില്ലേനു എന്നൊക്കെ പറഞ്ഞ് ഇപ്പച്ചിന് ഏതായാലും സോപ്പിട്ട് മയക്കി ഓരോ ഷട്ടിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേന് സമയം വൈകുന്നേരമായി. ഞങ്ങൾ പോയപ്പോൾ 5 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. അപ്പം രാവിലെ നിറച്ച് വെച്ച ഗ്യാസും കുറ്റി ഇതാ ഇപ്പോഴാണ് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ റോട്ടുമല്ല ഒരു വീട്ടിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അത് ഇപ്പോൾ കുഞ്ഞുട്ടി എടുത്തുകൊണ്ടുവന്ന് അപ്പോൾ ആളെ മീൻ പിടിച്ചാൻ പോകാണ് കേട്ടോ. അപ്പോൾ വേഗം അവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ വന്നിട്ട് എടുത്തോളാന്ന് പറഞ്ഞ് ആള് പോയിട്ടുണ്ടേനി കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ വിശേഷങ്ങൾ കേട്ടോ. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.